ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽമി മാനിയ. ഇന്ന് നമ്മൾ ലെജൻസിന്റെ 19ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സൂസൻ ക്ലാനി ഒരു വൈദ്യനില്. അയാളാണെങ്കിൽ കുവാങ്ങിന്റെ ലെക്ചർ കിട്ടിയ ഉടനെ തന്നെ ആ മരുന്ന് അവിടേക്ക് കൊടുത്തയക്കാൻ തയ്യാറാകുന്നു. പിന്നെ കാണിക്കുന്നത് കുവാങ്ങിനെ എവിടോ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഇല്ല, കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അതേസമയമാണ് സൂസൻ ക്ലാനി ഉള്ളവർ വന്നിട്ട് ഷെമീനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വരുന്നത്. പക്ഷെ അവൾ പറയുന്നു ഞാൻ കുറച്ച് നാളത്തെ ഈവിൽ ക്ലാനിയെ നിൽക്കുന്നതെന്ന്. അപ്പോഴാണ് അൻസി ഒരു പൊതിയായിട്ട് വരുന്നത് അവൾ കാണുന്നത്. അൻസി, ഈ പൊതി നീയാണോ കിട്ടിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ മാസ്റ്റർ കുവാങ്ങാണ് കിട്ടിയെന്ന് പറയുന്നു. അപ്പോഴാണ് അവൾക്ക് ഒരു ഓർമ്മ വരുന്നത്, മാസം മാസം അവൾക്ക് വരുന്ന മരുന്നിന്റെ പൊതി ഇതുപോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോഴാണ് സൂസൻ ക്ലാനിലെ ഒരു ഗാർഡ് വന്നിട്ട് മരുന്നും കൊണ്ട് വരുന്നത്. അത് കാണുന്ന അൻസി അവനെ തെറ്റിദ്ധരിച്ച് നീ എന്തിനാ കട്ടെടുത്തതെന്ന് ചോദിക്കുന്നു. അല്ല, ഇവൻ സൂസൻ ക്ലാനിൽ നിന്ന് മരുന്ന് കൊണ്ട് വന്നതെന്ന് അവൾ പറയുന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് കുവാങ് വരുമ്പോൾ ഇത് മാസ്റ്റർ തന്നു വിട്ടാന്ന് പറഞ്ഞ് അവൻ്റെ കൊടുക്കുന്നു. ഇത്ര പെട്ടെന്ന് അവൻ മരുന്ന് ശരിയാക്കിയോ? അപ്പോഴാണ് അവനൊരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. അതിൽ കുവാങ്ങും ആ സൂസൻ ക്ലാനിലെ ആ വൈദ്യനില്ലേ അയാളുമാണ്. ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അയാളുടെ കുടുംബത്തിൽ ഒരു ശാപമുണ്ട്. 30 വയസ്സാകുമ്പോൾ ആണുങ്ങളെല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതിൻ്റെ ചടങ്ങിന് അവർ ഇരിക്കുമ്പോൾ പറയാണ് എങ്ങനെയെങ്കിലും ഇതിനെ മരുന്ന് കണ്ടുപിടിക്കണമെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ഇത് സഹായിക്കാമെന്നൊന്ന് കുവാങ്ങ് പറഞ്ഞ് ഓർക്കുന്നു. എന്നാൽ ശരി, നീ പൊക്കോന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ പോകത്തില്ല, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എനിക്ക് അവിടെ അറിയിക്കണം. അൻസി അവനെ പുറത്താക്കുന്ന പറഞ്ഞ് പുറത്താക്കിയിട്ട് കുവാങ്ങ് അകത്തേക്ക് പോകുന്നു. അതേസമയം നമ്മുടെ ലൂനെയും സിയയാണ് കാണിക്കുന്നത്. സിയ ആകെ വിഷമിച്ചിരിക്കും. എനിക്ക് വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞ് അവൾ വരുമ്പോൾ ലൂ പറയുന്നുണ്ട് നിനക്ക് പോയി ഫുഡ് കഴിച്ചൂടെ? അത് പിന്നെ അവിടെ മാസ്റ്റർ കാണില്ലേ, മാസ്റ്ററിനെ എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ അല്ല, നിനക്ക് ഇത്രയും നാളും കണ്ടുപരിചയമെങ്കിലും ഉള്ളതല്ലേ, പിന്നെന്തിനാ നിനക്ക് ഇത്ര പേടിയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ലെന്ന് അവൾ പറയുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞ് സിയ ചോദിക്കുന്നു, നിനക്കെന്താ മിൻഷുവാനോട് ഇത്രയും പക? അവനാണ് എൻ്റെ മുത്തശ്ശനെ കൊന്നത്. അതേസമയം ടീക്കാൻ ഈ വീക്കിലാലോട്ട് വരുന്നത് സിക്ക് കണ്ടിട്ട് നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനൊരു കാര്യത്തിന് വന്നതാണ്, നീ ഇപ്പോൾ ഡാർക്ക് ഗാർഡ്സ് ഒന്നും അല്ലല്ലോ, എന്നാലും ഞാൻ ചുമ്മാ ഇതുവഴി പോയതാന്ന് അവൾ പറയുന്നു. നിനക്ക് സിയെ ഇഷ്ടമല്ലെന്ന് ഞാൻ അറിഞ്ഞു, അവളെ പുറത്താക്കാൻ ഒരു വഴി എൻ്റെ കയ്യിലുണ്ട്. നീ എന്നെ സഹായിക്കുവാണെങ്കിൽ ഞാൻ സിയെ പുറത്താക്കാനുള്ള വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ക്യാൻലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവൾക്ക്. ആ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ലീസൻ സീമറാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് ലൂ അവിടേക്ക് വരുന്നത്. സീമറാൻ ചോദിക്കുന്നുണ്ട് ലിൻ ഇതുവരെ അവിടെ വന്നില്ലേന്ന്. അവൾ ഇതുവരെ വന്നില്ലെന്ന് പറയുമ്പോൾ ലൂ ചോദിക്കുന്നു ഇത്ര നേരമായിട്ട് ആ പൊട്ടിപ്പെണ്ണ് ഇതുവരെ വന്നില്ലേ? അപ്പോൾ സിമറാൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ അവളെ അറിയുമെന്ന്. എനിക്കറിയതൊന്നുമില്ല. അല്ലാതെ ആരാ, അവളെന്താ ഇത്ര നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ലൂവിന് വേണ്ടി അവൾ അമൃത അന്വേഷിച്ചു പോയതെന്ന് പറയുന്നു. മനുഷ്യന് മുകളിൽ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് അവനോട് പ്രത്യേകം പറയുന്നു. അപ്പോൾ സീമറാൻ പറയുന്നുണ്ട് ലൂ നിന്നെ കുറിച്ച് ചിന്തിച്ചാണ് മാസ്റ്റർ വിഷമിച്ചിരിക്കുന്നതെന്ന്. അല്ല മാസ്റ്റർ, നിങ്ങൾ എന്നെ കുറത്ത് വിഷമിച്ചിരിക്കുകയാണോ? ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ലെന്ന് പറയുമ്പോൾ ചുമ്മാ പറയല്ലേ, എനിക്കറിയാം എൻ്റെ സഹോദരി കാരണം നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവളെ ഓർത്തിട്ടല്ല നിന്നെ ഓർത്തിട്ടാണ്. അപ്പോൾ ലൂ പറയുന്നുണ്ട് നമുക്ക് ക്യാൻലിനെ രക്ഷിക്കാമെന്ന്. അതിനവനും തയ്യാറാകുന്നു. അപ്പോഴാണ് സീക്കി അവിടേക്ക് വന്നിട്ട് ക്യാൻലിനെ കുറിച്ചുള്ള വിവരം ലൂവിനോട് പറയുന്നത്. അത് കേട്ടപാട് കേൾക്കാത്ത പതി എനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് സിയ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു. നീ എന്താ ചെയ്യുന്നതെന്ന് എന്നോട് വ്യക്തമായിട്ട് പറയുമ്പോൾ ക്യാൻലിനെ എത്രയും പെട്ടെന്ന് എനിക്ക് രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ലൂ പറയുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞ് ലീസൺ അവനെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ പോകേണ്ട, അത് നിനക്ക് ആപത്താ, ഞാൻ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ ടെലിപോർട്ട് പവർ ഉപയോഗിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സിയ നേരെ മൗണ്ട് ഫെങ്ങിലോട്ട് വരുന്നു. സിയ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ, നീ എന്താ ഇത്ര വൈകുന്നതെന്ന് വിചാരിച്ചത്? നിനക്ക് എന്തായാലും ക്യാൻലിനോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് ആ സോറ പറയുന്നു. അപ്പോൾ സിയ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് നിന്റെ ഒരു തുള്ളി രക്തം വേണം, അത് ഞാൻ തരാം. പക്ഷെ ക്യാൻലിനെ എനിക്ക് കാണുന്ന പറയുമ്പോൾ ക്യാൻലിനെ അവൾ വിളിച്ചിരുത്തുന്നു. ഞാൻ പോകുമ്പോൾ ക്യാൻലിനെ കൂടെ കൊണ്ടുപോകുന്നു പറയുമ്പോൾ അതിനൊക്കെ ഞാൻ സമ്മതിച്ചു, നീ ആദ്യം ബ്ലഡ് എന്ന് പറഞ്ഞ് അവൾ അവിടെ കൈമുറിക്കുന്നു. അതേസമയം ലൂ ആദവനോട് പറയാണ് നമുക്ക് മൗണ്ട് ഫെങ്ങി പോകണമെന്ന്. അപ്പോൾ അവളുടെയും കൈ അതുപോലെ മുറിയുന്നു. എനിക്ക് പോകണമെന്ന് സിയ പറയുമ്പോൾ നിന്നെ ഞാൻ വിടാന്ന് പറഞ്ഞു, പക്ഷെ ഉടനെ വിടുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ തടവിലാക്കുന്നു. അപ്പോഴാണ് ലീസനെ കുവാങ്ങ് കാണാൻ വരുന്നത്. കൂട്ടുകാരാ, നീ നിന്റെ ഡ്രസ്സൊന്നും ഊരിക്കേ, നിനക്ക് ഞാൻ ഒരു പുതിയ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് പെറുക്കിയാൽ നിന്റെ മുറിവൊക്കെ മാറുമെന്ന് പറഞ്ഞ് അവൻ ആ മരുന്നൊക്കെ ഇട്ടു കൊടുക്കുന്നു. അതേസമയം സിയെ അവിടെ തടവിലാക്കിയേക്കുക. അവിടെ ടാൻ വന്നിട്ട് അവൾക്കൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം ഇത് കഴിച്ചാൽ നിന്റെ ശക്തി കൂടുമെന്ന്. അതനുസരിച്ച് സിയ ആ മരുന്നും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോറോ സിയയുടെ ബ്ലഡ് കൊണ്ട് തന്നെ മിൻഷു അതിനെ തിരിച്ചെണീപ്പിക്കാൻ നോക്കുന്നു. അതേ നേരം തന്നെ നമ്മുടെ ഗോഡ് ഓഫ് ടീമിന്റെ മുറിവ് നല്ല ഭേദമായി ഉണങ്ങി വരുന്നുണ്ട്. അവനിപ്പോൾ പണ്ടത്തെക്കാളും പവർഫുൾ ആവുന്നു. മിൻഷുവിനെ തിരിച്ചു കൊണ്ടുവന്നതും ആകാശം മുഴുവൻ ഒരു ഗോൾഡൻ കളർ ഒരു മിന്നലുണ്ടാവുന്നു. ലൂവിന് കാര്യം മനസ്സിലായി മിൻഷുവൻ തിരിച്ചു വന്നെന്ന്. ഇതേപോലെ തന്നെ ഗോഡ് ഓഫ് ടീമിനും കാര്യം മനസ്സിലായി. അവൻ പുറത്തേക്ക് വന്നിട്ട് ലൂവിൻ്റെ അന്വേഷിക്കുന്നു. അപ്പോൾ ആദാവ് പറയാൻ ഞങ്ങളിപ്പോൾ മൗണ്ട് ഫെങ്ങിലേക്ക് പോകാൻ റെഡിയായിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായത്. അവൾ അത് വെച്ച് കെട്ടാൻ വേണ്ടി അകത്തേക്ക് പോയതാണ്.
എനിക്ക് തോന്നുന്നു ചേച്ചി അനിയത്തി തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന്. അങ്ങനെ ലീസൺ അവളെ അന്വേഷിച്ചു പോവാണ്. അവിടെ വരുന്ന അവൻ അവളെ ലൂ ലൂ എന്നാണ് വിളിക്കുന്നത്, സിയെ എന്നല്ല വിളിക്കുന്നത്. അപ്പോഴേ നമ്മുടെ ലൂവിന് കാര്യം മനസ്സിലായി. നിനക്ക് അപ്പോഴേ അറിയാമല്ലേ ഞാൻ ലൂ ആന്ന്, നീ പിന്നെ എന്തിനാ ഇത്ര നാൾ എന്നോട് മറച്ചു വെച്ചേ? അതൊന്നും ചോദിക്കണ നേരമല്ല. ഇപ്പം മിൻഷുവാൻ തിരിച്ചു വന്നു. അവനെ എന്തായാലും ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ഞാൻ എന്തായാലും അവനൊരു ശാപം കൊടുത്തിരുന്നല്ലോ, ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നേ. ആ ശാപത്തിൽ നിന്ന് അവനെ ഞാൻ മോചിപ്പിച്ചിട്ട് ഞാൻ അവനെ പകവരുത്തുമെന്ന് അവൾ പറയുന്നു. ഇത് മഞ്ഞ ലീസൺ അവളെ തൊടാൻ വരുമ്പോഴേക്കും അവൾ ഓടി നേരെ ആ മരത്തിനുള്ളിലേക്ക് പോകുന്നു. മിൻഷുവാൻ, നീ തിരിച്ചു വന്നതും പറഞ്ഞ് സോറ കരയുമ്പോൾ, ഞാനില്ലാതെ നീ കുറെ കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. നിന്നെ കണ്ടതോടെ എന്റെ കഷ്ടമൊക്കെ മാറിയെന്ന് അവളും പറയുന്നു. അതേസമയം ലൂ നേരെ വന്നിട്ട് ആ പച്ചമരുന്ന് കൊടുക്കുന്ന അയാളില്ലേ, അയാളെ പിടിച്ചിട്ട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ ആ മരുന്ന് എനിക്ക് വേണമെന്ന്. അത് പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല, താൽക്കാലികമായിട്ട് നീ എനിക്കത് കടം തരാമോ എന്ന് ചോദിക്കുമ്പോൾ, കടം തരാനൊന്നും പറ്റത്തില്ല. എൻ്റെ കടയിരിക്കുന്ന മരുന്ന് ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങാനോ അത് നടക്കില്ല. പകരം നീ ഈ നാട്ടിലുള്ള ആരെങ്കിലും വരുന്ന കഴിഞ്ഞാൽ പിന്നെയും കടമായിട്ട് തന്നേനെന്ന് പറയുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതേസമയം മിൻഷുവാൻ നിദ്രയിലായിരുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും സോറ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ലൂ മരിച്ചുപോയോ. അന്ന് ആ കല്ലാട ദ്വീപ് നടന്ന യുദ്ധത്തിൽ അവൾ മരിച്ചു പോയിരുന്നു. ഇപ്പോൾ ഈവ ക്ലാൻ്റെ രാജാവായിട്ടിരിക്കുന്നത് ആ ഡീമൺ കിങ്ങിന്റെ മോനില്ലേ, ആ ലീസനാണ്. അല്ല, ടേക്കനൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി മൗണ്ട് ഫെങ്ങി കാത്തിരിക്കുന്നുണ്ടെന്ന് സോറ പറയുന്നു. അതേസമയം ആ മാജിക്കൽ വേൾഡിലാണെങ്കിൽ ഒരു ലേഡിയാണെങ്കിൽ അവരുടെ മോനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉള്ള പെണ്ണുങ്ങൾ മൊത്തം പുറകെ നടക്കുകയാണ്. അപ്പോഴാണ് ലൂ ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. നീ തീർച്ചയായും ഏറ്റവും എൻ്റെ മകനെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ, കഴിക്കാം, പകരം ഒരു ഡീലുണ്ട്. എനിക്ക് വേണ്ടി ആ മരുന്ന് സ്ഥലത്ത് പോയി എനിക്കൊരു മരുന്ന് വാങ്ങിത്തരണം എൻ്റെ കല്യാണ പൈസയായിട്ട്. അതിനൊക്കെ എന്താ, ഞാൻ മേടിച്ചു തരാമെന്ന് ഞാൻ ലേഡി അവളെ വിളിച്ചുകൊണ്ട് നേരെ മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട്, മോനെ നിനക്ക് ഇവളെ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ഇഷ്ടമായി, നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നു. ലൂ അതിൽ സൈനും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൂ അവനെ കല്യാണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. കാണിക്കുന്നത് ലീസനെ കാണാൻ വന്നിരിക്കുന്ന സിക്കാണ്. അവൾ പറയാണ് മിൻഷുവാൻ തിരിച്ചു വന്നിരിക്കുന്നു, അതോ ആ സിയുടെ രക്തം കൊണ്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. എന്നോട് ഇതാരാ പറഞ്ഞത്? ഒരു കണക്കിന് അത് ക്യാൻസറിന്റെ രക്തം ആവില്ലെന്നുണ്ടോ? അവന്റെ രക്തം ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാം, അറിയാത്ത കാര്യത്തിനെ കുറിച്ച് വന്ന് പറയല്ല എന്ന് പറയുന്നു. അപ്പോൾ അവന്റെ ഉള്ളില് ആ ദുഷ്ടശക്തിയില് അത് ഉണർന്നിട്ട് നേരെ സിക്ക് അടിച്ചു താഴെ ഇടുന്നു. നീ ഇപ്പം എന്താ പറഞ്ഞത്? മാസ്റ്റർ അവളെ വെറുതെ വിട്ടേക്ക്, അവള് പറഞ്ഞെന്നേ ഉള്ളൂ. അവളോട് ക്ഷമിക്കാൻ പറയുമ്പോൾ അവളെ എത്രയും പെട്ടെന്ന് ആ തടവരെ കൊണ്ടുപോയി അടച്ചിടാൻ പറയുന്നു. അവളൊന്നുമില്ലെങ്കിലും നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ, അതവേ നിന്നെ കൊണ്ട് ഇടണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ലീസൺ അവനോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ സീക്കിയെ തടവരെ കൊണ്ടാക്കാൻ പോകുന്നു അവർ. ശരിക്കും സീക്കിക്ക് ലീസണിനോട് വളരെ ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതോടെ അവളുടെ മനസ്സിൽ നിന്നും അതൊക്കെ മാഞ്ഞു പോകുന്നു. പിന്നെ കാണിക്കുന്നത് ക്യാൻഷനെയാണ്. ക്യാൻഷനാണെങ്കിൽ ആ മഞ്ഞുമല പെട്ട് കിടക്കാണ്. ഇവിടെ നിന്നും പുറത്ത് കിടക്കാൻ നോക്കിയിട്ട് അവർക്ക് അതിന് കഴിയുന്നില്ല. കാരണം അവിടെ ഒരു ഇല്യൂഷൻ പോലെയാണ്. എത്ര കിടക്കാൻ നോക്കിയാലും അതിനുള്ളിൽ തന്നെ പെട്ടുപോകുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ലൂ ആയിരുന്നെങ്കിൽ എങ്ങനെ ചിന്തിക്കുമെന്ന് ഓർത്തിട്ട് നീ അതിനനുസരിച്ച് ചിന്തിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവളെ പോലെ ചിന്തിക്കുന്നു. അതേസമയം ആ സ്ത്രീയിലെ അവരാണെങ്കിൽ മോനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ അവൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. ആ മരുന്ന് കണ്ടപാടെ അവൾ അത് എടുക്കുന്നു. അപ്പോൾ അത് കഴിക്കാൻ വരുമ്പോഴത്തേക്കും ആ പയ്യൻ അവളെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട്, അത് കഴിക്കാൻ വരട്ടെ, ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഈ മരുന്നിന് 4 മണി വരെ വാലിഡിറ്റി ഉള്ളൂ. 4 മണി വരെ നിനക്ക് ആ ശക്തി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതാരും ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഒന്നും അറിയത്തില്ല. ഇത് കഴിച്ച് എനിക്ക് പവർ തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ്, എന്നാൽ അത് മതിയെന്ന് പറഞ്ഞ് അവൾ നേരെ വായിലൂട്ടിടുന്നു. അത് കഴിച്ചതും അവൾ പഴയ പോലെ ആകുന്നുണ്ട്. അതേസമയം മിൻഷുവാനാണെങ്കിൽ ആ ഗോഡ് ഓഫ് ഡീമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അല്ല, ലീസിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, അവനൊരു വട്ട് പിടിച്ച പയ്യനാണ്. അവൻ്റെ വട്ട് കാരണമാണ് ഇവിടെയുള്ള 2 ക്ലാനെ അവൻ നശിപ്പിച്ചത്. ഇത്രയും ചെയ്തിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ, അന്ന് കല്ലാട ദ്വീപിൽ നടന്ന യുദ്ധത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേര് മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബലഹീനരായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണെങ്കിൽ ഇമോർട്ടൽ ക്ലാനിൽ ഉണ്ടായിരുന്ന ആ ഷെന്നും ക്യാൻഷനും ആണെങ്കിൽ ഇപ്പോൾ അവരുടെ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോഴാണ് പുറത്തെന്തോ ശബ്ദം കേട്ടി അവർ പുറത്തേക്ക് പോകുന്നത്. അപ്പോഴാണ് അവിടേക്ക് ലൂ വരുന്നത്. ലൂവിനെ കണ്ടപാടെ സോറോ, ലൂവോ ഇവളിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളോട് യുദ്ധം ചെയ്യുന്നു. പക്ഷേ സോറയെ അടിച്ച് നിലംപരിശാക്കിയിട്ട് മിൻഷുവാന്റെ നേരെ വരുന്നു. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? നിനക്കെന്താ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഭയമാണോ? അപ്പോഴാണ് മിൻഷുവാൻ ഒരു കാര്യം മനസ്സിലാവുന്നത്, അവളുടെ കയ്യിലുള്ളത് സ്വർഗവാളാണെന്ന്. അങ്ങനെ അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ യുദ്ധം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ.